പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ആഗോള രാഷ്ട്രീയ നിരീക്ഷകനുമായ ജെഫ്രി സാക്സ് അടുത്തിടെ നടത്തിയ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുറത്തു പോകണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. അമേരിക്ക നാറ്റോ വിടുന്നത് യൂറോപ്പിന് സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കുമെന്നാണ് സാക്സ് വാദിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വാഷിംഗ്ടൺ DC യൂറോപ്പിനെ സംരക്ഷിക്കുകയല്ല, മറിച്ച് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ചും വിദേശ നയങ്ങളെക്കുറിച്ചും ജെഫ്രി സാക്സ് ഉന്നയിക്കുന്ന നിരീക്ഷണങ്ങൾ അതീവ ഗൗരവതരമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ സത്യം തുറന്നു പറയാൻ ഭയപ്പെടുന്നുവെന്നും അമേരിക്കയുടെ കയ്യിലെ പാവകളായി അവർ മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. ഇതിന് പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് യൂറോപ്യൻ മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ്. സ്വന്തം രാജ്യത്ത് വിദേശ സൈന്യം നിലയുറപ്പിച്ചിരിക്കുമ്പോൾ ഒരു രാജ്യത്തിനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു. അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം യൂറോപ്പിനെ ഭയത്തിലാക്കിയിരിക്കുകയാണ്. ഭയത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. വാഷിംഗ്ടൺ DCയുടെ നയങ്ങൾ യൂറോപ്പിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് പകരം മേഖലയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നാറ്റോയുടെ വിപുലീകരണം റഷ്യയെയും മറ്റ് കിഴക്കൻ ശക്തികളെയും പ്രകോപിപ്പിക്കാനാണ് സഹായിച്ചത്. ഇതാകട്ടെ യൂറോപ്പിനെ ഒരു നിരന്തര സംഘർഷ ഭൂമിയാക്കി മാറ്റി. ഇറാൻ യുദ്ധത്തിന്റെ ഭീഷണി നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഓരോ നീക്കവും യൂറോപ്പിനെയാണ് നേരിട്ട് ബാധിക്കുന്നത്. എന്നാൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടും അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സാന്നിധ്യം മൂലം യൂറോപ്യൻ ഭരണാധികാരികൾക്ക് പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് സാക്സ് തുറന്നടിക്കുന്നു. നാറ്റോ എന്നത് ഇന്ന് പ്രതിരോധത്തിനുള്ള ഒരു സഖ്യമല്ല, മറിച്ച് അമേരിക്കയുടെ ആഗോളാധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. യൂറോപ്പിന് സ്വന്തമായ ഒരു സുരക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കാനുള്ള കഴിവുണ്ടെന്നും അമേരിക്കയുടെ അനാവശ്യമായ ഇടപെടലുകൾ ആ കഴിവിനെ തടസ്സപ്പെടുത്തുകയാണെന്നും അദ്ദേഹം കരുതുന്നു. അമേരിക്ക നാറ്റോ വിടുകയാണെങ്കിൽ യൂറോപ്പിന് റഷ്യയുമായും മറ്റ് അയൽ രാജ്യങ്ങളുമായും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നയതന്ത്ര ചർച്ചകൾ നടത്താനും മേഖലയിൽ യഥാർത്ഥ സമാധാനം കൊണ്ടുവരാനും സാധിക്കുമെന്ന് സാക്സ് വിശ്വസിക്കുന്നു. ജെഫ്രി സാക്സിന്റെ ഈ നിരീക്ഷണങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഉക്രൈൻ യുദ്ധം മുതൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വരെ നീളുന്ന പ്രതിസന്ധികളിൽ അമേരിക്കൻ ഇടപെടലുകൾ എത്രത്തോളം ഗുണകരമാണെന്ന ചോദ്യം ഇതോടെ സജീവമായിട്ടുണ്ട്. യൂറോപ്പ് ഒരു സ്വതന്ത്ര ശക്തിയായി മാറണമെങ്കിൽ അമേരിക്കയുടെ സൈനിക നിയന്ത്രണത്തിൽ നിന്ന് അവർ മോചിതരാകണമെന്ന സാക്സിന്റെ നിലപാട് അറ്റ്ലാന്റിക് സഖ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒന്നാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ പുതിയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നയതന്ത്ര മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ജെഫ്രി സാക്സ് മുന്നോട്ട് വയ്ക്കുന്നത് യൂറോപ്പിന്റെ രണ്ടാം വിമോചനമാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളില്ലാത്ത സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരു യൂറോപ്പാണ് ലോക സമാധാനത്തിന് ആവശ്യമെന്ന് അദ്ദേഹം അടിവരയിടുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യഥാർത്ഥ പദ്ധതികളെക്കുറിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ചും സാക്സ് നൽകുന്ന സൂചനകൾ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും ചോദ്യം ചെയ്യുന്നവയാണ്. അമേരിക്കയും നാറ്റോയും തമ്മിലുള്ള ബന്ധം പുനർനിർണയിക്കപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ശക്തമായ സന്ദേശമാണ് ഈ അഭിമുഖം നൽകുന്നത്.